എന്തേ ചിക്കൻ കറി ചിക്കൻ കറിയാ? ചിക്കൻ ഉണ്ടാവില്ല, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ, എന്നാ ഉണ്ടാക്കാം ചിക്കൻ കറി. ഓക്കെ. ആ പറഞ്ഞത് കേട്ടല്ലോ. സംഭവം ഞങ്ങളെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്തൊരു കാര്യം ഉണ്ടല്ലോ, ഇത് സ്ഥിരം കേൾക്കുന്നതാണ്. ദോശ ഉണ്ടാക്കട്ടെ, ഇഡലി ഉണ്ടാക്കട്ടെ, ചിക്കൻ കറി ഉണ്ടോ അമ്മ എന്നായിരിക്കും ചോദ്യം. ഇപ്പൊ ഒരു സവാള, ഒരു തക്കാളി നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം, വലുതായിട്ടൊന്നും വേണ്ട. ഒരു അരിയണ ലെവലിൽ നിന്ന് അരിഞ്ഞിട്ട് ഒരു പട്ട, പിന്നെ കുറച്ച് ഈ ഐറ്റംസ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ പരുവത്തിൽ അരച്ചെടുക്കാം. ഓക്കെ. ഈ അരച്ചിരിക്കുന്ന കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. സത്യം പറയല്ലോ, ശരിക്കും ചിക്കൻ കറി പോലെ അല്ലെങ്കിൽ ചിക്കൻ കുറുമ പോലെയുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്നവരുണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് എനിക്ക് കമന്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റ് ആണ്, അടിപൊളി ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. ഈ സമയം നമുക്ക് ഒന്നും ചെയ്യേണ്ട, അവിടെ മിണ്ടാതിരിക്കാം. ഇത് പൊട്ടട്ടെ, കുറച്ച് മാറി നിൽക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ആക്കിയിടാം. കാരണം നമ്മൾ പൊടികൾ ഇടാൻ പോകണം, പൊടിയിട്ടൊക്കെ കരിഞ്ഞു പോകട്ടെ. അപ്പൊ ഈ ചൂട്ടിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന പൊടികളൊക്കെ നമുക്ക് ഇടാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും ഇട്ട ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കി എടുക്കുക. ആ ചൂടാക്കിയ ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി, ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക. ചേർത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഇതെല്ലാം പച്ചക്കിട്ടുകൊണ്ട് തന്നെ ഇതൊന്ന് തിളച്ച് അതൊരു പച്ചമണം മാറി വരണം. അപ്പൊ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ഉണ്ട്, കുറച്ച് ചിക്കൻ മസാല. ഇത്രയും മതി കേട്ടോ. അടിപൊളി ചിക്കൻ ഗ്രേവി കിട്ടും. ചിക്കൻ ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിക്കൻ്റെ അതേ ടേസ്റ്റ്, ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് എനിക്കിത് കിട്ടിയത്. എൻ്റെ കുട്ടികൾ നന്നായി കഴിക്കുന്ന, അല്ലെങ്കിൽ ചിക്കൻ കറി വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കറി കൂടിയാണത്. അപ്പോൾ ചിക്കൻ ഇല്ലാത്തപ്പോൾ ചിക്കൻ കറി കഴിക്കാൻ തോന്നുന്നത് തീർച്ചയായിട്ടും വെക്കുക, കഴിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.